അങ്ങല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. പ്രഭു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശ്വവിഖ്യാതമായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച, പ്രത്യേകിച്ച് സുമ്മ തിയോളജിക്ക എന്ന പുസ്തകം പരമ്പരകൾ തന്നെ എഴുതിയ വലിയ പണ്ഡിതനാണ് വിശുദ്ധ തോമസ് അക്വൈനാസ്. ജീവിച്ചിരുന്നപ്പോൾ, സെമിനാരിയിലായിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തെ മണ്ടനെന്നൊക്കെ ഒരുപാട് പേർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എടുത്തുയർത്തി ഉപയോഗിച്ച ഈ തോമസ് അക്വൈനാസിനെ ദൈവവിളിയിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുവാൻ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെയും വേശ്യകളുടെയൊക്കെ അടുത്ത് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ അയക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് മാറിയത്. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചിരുന്നത്. ഒരിക്കൽ നേപ്പിൾസിൽ അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അക്വൈനാസിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: തോമസ്, നീ എന്നെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പകരം പ്രതിഫലമായി നിനക്കെന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക. നമ്മളാണെങ്കിൽ വലിയൊരു ലിസ്റ്റുമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് അക്വൈനാസ് പറഞ്ഞത്? വിശുദ്ധ തോമസ് അക്വൈനാസ് പറഞ്ഞു: ദൈവമേ, അങ്ങല്ലാതെ മറ്റൊന്നും എനിക്ക് ജീവിതത്തിൽ വേണ്ട. നോക്കുക, ഹൃദയം ദൈവത്തിൽ സമർപ്പിച്ചവന് ദൈവത്തെ മാത്രമേ ആവശ്യമുള്ളൂ. നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ നിക്ഷേപമെന്നാണ് ഈശോ പറഞ്ഞത്. ഇന്ന് ലോകത്തിലെ പല കാര്യങ്ങളിലും വ്യാപൃതരായി ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന, നെട്ടോട്ടമോടുന്ന ഒരു ലോകത്തെ മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുക. പള്ളിയിൽ പോകാൻ സമയമില്ലാതെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ, ദേവാലയവുമായി ബന്ധമില്ലാതെ ലോകം മുഴുവനും കീഴടക്കാൻ നടക്കുന്ന മനുഷ്യരാണ് ഇന്ന് നാം ബഹുഭൂരിപക്ഷവും കാണുവാൻ സാധിക്കുക. ദൈവം പറയുന്ന ഒരു വചനമുണ്ട്: നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? സഹോദരങ്ങളെ, എല്ലാ നേട്ടങ്ങളിലും വെച്ച് ഏറ്റവും വലിയ നേട്ടമാണ് ദൈവം കൂടെ ഉണ്ടായിരിക്കുക, ദൈവത്തിൻ്റെ കൂട്ടുകാരനായി മാറുക എന്നുള്ളത്. വിശുദ്ധ അക്വൈനാസ് പറഞ്ഞു: ദൈവമേ, അങ്ങല്ലാതെ മറ്റൊരു ലൗകിക സമ്പത്തും എനിക്ക് വേണ്ട. ദൈവം സമ്പത്തായി മാറുക, ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും തകർക്കാനാവാത്ത സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ നെട്ടോട്ടങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അധ്വാനങ്ങൾ എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവം നമ്മുടെ മനസ്സിലുണ്ടോ? ദൈവം നമ്മുടെ പരിഗണനയിലുണ്ടോ? നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ഒന്നാം സ്ഥാനം നൽകും എന്ന് മാത്രമല്ല, ദൈവം നിന്നെ ഒന്നാം സ്ഥാനത്തിരുത്തും. കേരളത്തിലെ വളരെ പ്രശസ്തനായ ജസ്റ്റിസ് കുര്യൻ ജോസഫിനോട് ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി: അങ്ങ് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു നിലയിൽ എത്തിച്ചേർന്നത്? അതിന് അദ്ദേഹം ഒരിക്കൽ ഉത്തരം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞു: ഞാൻ ഒരിക്കലും പരിശുദ്ധ ബലി മുടക്കാറില്ല. മാത്രമല്ല, ദേവാലയത്തിൽ വന്നാൽ ഞാൻ എപ്പോഴും സ്ഥലമുണ്ടെങ്കിൽ മുൻനിരയിലാണ് ഞാൻ വന്നിരിക്കാറ്. അതുകൊണ്ടായിരിക്കാം ദൈവം എന്നെ ജീവിതത്തിൽ മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഇത് ഒരു സത്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകും. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല, ദൈവത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രയോറിറ്റിയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ, പരിഗണനയിൽ, മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ദൈവം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അപ്രോച്ച് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല ദൈവം, മറിച്ച് കൂട്ടിന് ഉണ്ടായിരിക്കേണ്ട, കൂടെ ഉണ്ടായിരിക്കേണ്ട, ജീവിതത്തിൻ്റെ എല്ലാമായി കരുതേണ്ട ഏറ്റവും വലിയ സമ്പത്താണ് ദൈവം. ദൈവത്തെ കണ്ടെത്തിയാൽ ദൈവം നിനക്ക് വേണ്ടി എല്ലാം കണ്ടെത്തുമെന്ന് തീർച്ചയാണ്.